Welcome to Shahi Effect. Indian Institute of Science, Education and Research തിരുവനന്തപുരം ഐസർ തിരുവനന്തപുരം 14ാമത് ബിരുദദാന ചടങ്ങ് 2026 ജൂലൈ 19 തിരുവനന്തപുരത്തെ വിദുരയിലെ ഐസർ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. നീതി ആയോഗ് അംഗവും ഇന്ത്യ സർക്കാർ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ബോർഡ് ഓഫ് ഗവേണൻസ് അധ്യക്ഷ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗവേഷണ അധിഷ്ഠിതവും കർശനവുമായ അക്കാദമിക് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി 210 BS-MS വിദ്യാർത്ഥികൾക്കും 58 PhD ഗവേഷകർക്കും 21 ഇൻ്റഗ്രേറ്റഡ് PhD വിദ്യാർത്ഥികൾക്കും 28 MS റിസർച്ച് വിദ്യാർത്ഥികൾക്കും 6 BSc വിദ്യാർത്ഥികൾക്കും 78 MSc വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ബിരുദങ്ങൾ നൽകി. ഐസർ തിരുവനന്തപുരം ഡയറക്ടർ പ്രൊഫസർ എസ് മൂർത്തി ശ്രീനിവാസുല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്ഥാപനം കൈവരിച്ച പ്രധാന അക്കാദമിക ഗവേഷണ നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യാതിഥി പ്രൊഫസർ അഭയ് കരിന്തികറും ബോർഡ് ഓഫ് ഗവേണൻസ് അധ്യക്ഷ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനിയും ചേർന്ന് അക്കാദമിക രംഗത്തും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സമഗ്ര മികവിനുള്ള ഡയറക്ടറുടെ ഗോൾഡ് മെഡലും അനന്തകൃഷ്ണ പി കരസ്ഥമാക്കി. പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികച്ച നേട്ടങ്ങൾ പരിഗണിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൾച്ചറൽ അവാർഡ് പാർത്ഥ് മനോജിന് സമ്മാനിച്ചു. തൻ്റെ റിപ്പോർട്ടിൽ പ്രൊഫസർ എസ് മൂർത്തി ശ്രീനിവാസുല ഗവേഷണം, നവീകരണം, അക്കാദമിക മികവ് എന്നീ മേഖലകളിൽ സ്ഥാപനം കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം 29 കോടി രൂപയുടെ 51 ബാഹ്യ ധനസഹായ ഗവേഷണ പദ്ധതികൾ സ്ഥാപനം നേടിയതായും അദ്ദേഹം അറിയിച്ചു. നവീകരണം, സംരംഭകത്വം, അന്തർവിഷയ ഗവേഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സെൻറ്റർ ഫോർ ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് സ്റ്റാർട്ടപ്സ്, സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ എനർജി, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നീ പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ സംരംഭങ്ങൾ ശാസ്ത്ര വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലൊന്നായ ഐസർ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ബിരുദദാന പ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രൊഫസർ അഭയ് കരിന്തികർ ബിരുദം നേടിയ വിദ്യാർത്ഥികളോട് ജീവിതകാലം മുഴുവൻ പഠനം തുടരുന്നവരാകണമെന്ന് ആഹ്വാനം ചെയ്തു. സമൂഹത്തിൻ്റെയും രാഷ്ട്ര നിർമ്മാണത്തിൻ്റെയും പുരോഗതിക്കായി ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമ്പോൾ മികവ്, സത്യനിഷ്ഠ, സേവന മനോഭാവം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഴമേറിയ സാങ്കേതിക വിദ്യകളുടെ രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി ഉയർന്നു വരികയാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ ക്വാണ്ടം മിഷൻ, ഇന്ത്യ AI മിഷൻ, ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ദേശീയ സൂപ്പർ കമ്പ്യൂട്ടർ മിഷൻ, ബയോ E3 പോളിസി, ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ തുടങ്ങിയ പരിവർത്തനാത്മക ദേശീയ പദ്ധതികൾ യുവ ഗവേഷകർക്കും നവോത്ഥാന പ്രവർത്തകർക്കും അഭൂതപൂർവമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കൃത്രിമ ബുദ്ധി ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ്റെ ജിജ്ഞാസ, സർഗാത്മകത, ധാർമ്മിക വിവേകം, സത്യനിഷ്ഠ എന്നിവയ്ക്ക് പകരം വയ്ക്കാനാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം പുലർത്താനും ധൈര്യത്തോടെ മികവ് പിന്തുടരാനും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവും സമൃദ്ധവുമായൊരു ഭാവി മനുഷ്യരാശിക്കായി സൃഷ്ടിക്കുന്നതിന് തങ്ങളുടെ അറിവ് പ്രയോജനപ്പെടുത്താനും അദ്ദേഹം ബിരുദധാരികളോട് ആഹ്വാനം ചെയ്തു. ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് ബോർഡ് ഓഫ് ഗവേണൻസ് അധ്യക്ഷ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെ ബിരുദം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും ശാസ്ത്രീയ മികവ്, ജിജ്ഞാസ, സത്യനിഷ്ഠ, സാമൂഹിക പ്രതിബദ്ധത എന്നീ മൂല്യങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. കൃത്രിമ ബുദ്ധി, ജൈവ സാങ്കേതികവിദ്യ, ക്വാണ്ടം സാങ്കേതികവിദ്യകൾ, ശുദ്ധ ഊർജ്ജം എന്നീ മേഖലകളിലെ അതിവേഗ മുന്നേറ്റങ്ങൾ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഗോള വെല്ലുവിളികൾക്ക് ധാർമ്മികവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിൽ യുവ ശാസ്ത്രജ്ഞർക്ക് നിർണായക പങ്കുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ശാസ്ത്ര വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം എന്നീ മേഖലകളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ IISER തിരുവനന്തപുരം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മികവിനെയും അവർ പ്രശംസിച്ചു. In the age of rapid progress, and that your knowledge helps create opportunities and hope for those who need it the most and who are not as privileged as you to get their education in one of the best institutions in the country. Build systems that are sustainable, technologies that are inclusive, and solutions that uplift their lives. Over the past decade, India has quietly but decisively transformed from a hub of frugal innovation to
an emerging deep tech powerhouse. Under the Prime Minister Narendra Modi's leadership, a maturing innovation ecosystem shaped by bold policy interventions, strategic investments, and a push for a technological self-reliance is positioning India for a future-ready economy. This is not a coincidence. The government during the past decade has been strategically investing, creating the scaffolding for a deep tech future. Flagship initiatives such as National Supercomputing Mission, National Quantum Mission, India Semiconductor Mission, AI Mission, Green Hydrogen Mission, Bio-E policy indicate the serious intent of the government. The journey towards Viksit Bharat will be shaped by the ideas, discoveries, and innovation of young minds like yours. You have an opportunity to build an India that is technologically advanced, economically strong, and environmentally sustainable. In recent years, the attention has now shifted sharply in the direction of achieving excellence in the innovation. The Anusandhan National Research Foundation, set up by the Government of India, aims to seed, grow, and promote R&D and foster a culture of research and innovation throughout Indian universities, institutions, and R&D laboratories. വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ലക്ക്.